ഓക്കെ. അപ്പൊ അത് വരും, മൃഗങ്ങൾ വരണം. എന്നുവെച്ചാ അവർക്ക് ബൗണ്ടറീസ് ഇല്ല. അല്ലാതെ മനുഷ്യരും മൃഗം തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പൾസസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ മില്ലറ്റ് ചെയ്യാം. പൾസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ പല വെറൈറ്റീസ് കാഷ്യൂവാ. പിന്നെ രാത്രി ഫുൾ മൃഗങ്ങൾ കാണാം. അവിടെ ഉണ്ടല്ലോ, തട്ടുണ്ടല്ലോ. വേണ്ട ഇതും കുറച്ച് ഏരിയ ഓർഗാനിക് ഫാമിംഗ് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യാം. പൾസസ് അതിൽ പല വെറൈറ്റി ആണ്. ഇത് റെഡ് വെറൈറ്റി ഇതാണ്. അത് നമുക്ക് പൊളിയനായിട്ട് ഉപയോഗിക്കാം. കണ്ടിട്ട് ഇപ്പൊ കുറെ ക്ലീവ് എത്തുന്നുണ്ട്. ഇതിപ്പോ നമ്മളെടുത്ത് പൊളിയൻ പയറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കണ്ടേ, അതാണ് നല്ല വലിയ മണികളാ. അതാണിത്. നമുക്ക് അല്ലെങ്കിൽ ഉണക്കി ഉപയോഗിക്കാം. പയറിന്റെ തന്നെ എത്ര വെറൈറ്റീസ് ഉണ്ട്? 4 വെറൈറ്റി ഇട്ടുണ്ട്. ആ കാണാൻ അമരപ്പയറാണല്ലേ? ഇത് നമുക്ക് നല്ല നല്ല റിസൾട്ടാണ്. നമ്മത് ഒരു പുതിയ മെത്തേഡിലാണ് ഇപ്പൊ ചെയ്യുന്നത്. പെസ്റ്റിസൈഡ് അടിക്കുന്നില്ല. പകരം ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ വിനാഗർ, വൈറ്റ് വിനാഗർ. വൈറ്റ് വിനാഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസിൽ നിന്ന് എടുക്കണ വിനാഗറാണ്. പിന്നെ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത കുറെ പെസ്റ്റിനൊക്കെ അധികം നല്ല ഗ്രീനറിയും വരും. അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് കൊടുത്താലും നല്ല ഫോട്ടോസിന്തസിസിലേക്ക് നടക്കും. നല്ല ഇതാ അത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് നോക്കാണ്. നാളെ മറ്റന്നാ പറിക്കാം. നാട്ടിൽ പോകുമ്പോൾ തന്നെ പറിച്ചിട്ട് എല്ലാവരും നല്ല റിസൾട്ടാണ്. ഇത് ഗ്രീൻ വെറൈറ്റി പയറാണ്. നമുക്കത് ഒടിയനായിട്ട് ഉപയോഗിക്കാം, ഇതായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം അപ്പൊ ഇത് പൊളിയനും ഒടിയനായിട്ട് ചിലപ്പോൾ എന്താണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ആണെങ്കിൽ നമുക്ക് കണ്ടില്ലേ, ഇത് നമുക്ക് ഒടിയനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഓടിച്ചോടിച്ച് വരും. ഇത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ പയറായിട്ട് എടുക്കാം, പൊളിയനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ 2 പർപ്പസ് നമുക്കിത് ഉപയോഗിക്കാം. ഇതിപ്പോ നമ്മൾ എന്തോരം ഏരിയ ഉണ്ട് മൊത്തം? ഇതിപ്പോ കഷ്ടിച്ച് ഒരേക്കറിൽ ഞാൻ പല വെറൈറ്റീസ്. ഇത് ഓപ്പൺ ആക്കി ഇടാന്ന് ഈ സ്ഥലത്തേക്ക് കാറ്റ് കിടക്കാനും വ്യൂവും എല്ലാം കൂടി ആ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയാ. മറ്റുള്ള സ്ഥലത്തൊക്കെ തിക്കായിട്ട് നമ്മള് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ വെജിറ്റബിൾ കൾട്ടിവേഷൻ ചെയ്യും, പൾസസ് ചെയ്യും, കപ്പലണ്ടി ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാം കാഷ്യൂ ഉണ്ടല്ലേ? അത് കാഷ്യൂ നല്ല ബെസ്റ്റ് വെറൈറ്റി കാഷ്യൂ അത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കാഷ്യൂ. പിന്നെ ഇവിടെ എല്ലാം മുരിങ്ങ എന്ന് വെച്ചാൽ സൂപ്പർ ഫുഡ് തന്നെയാണല്ലോ, ഏറ്റവും ബെസ്റ്റാ. അപ്പൊ ബേസിക് സ്ഥലത്ത് മുരിങ്ങയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓർഗാനിക്കാണ് അധികം അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് കഴിയുന്നതും പെസ്റ്റിസൈഡ് ഒഴിവാക്കിയിട്ട് ചെയ്യുക. നമ്മുടെ മറ്റുള്ള ഫീൽഡിലൊക്കെ നമ്മൾ നല്ല ടെക്നിക്കാണ്, നാച്ചുറൽ ഫാമിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ആ ഫാമിലൊക്കെ അപ്പുറത്ത് നമ്മൾ കാണിച്ചു തരാം. അവിടെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മാനുകളൊക്കെ മേയാൻ വരും. അത് വന്നു കഴിഞ്ഞാല് അതിന്റെ ഡ്രോപ്പിങ്സ് തന്നെ അതിന്റെ വളം. അത് കഴിഞ്ഞ് നമ്മളത് ഈ പയറങ്ങ് വീശും, അല്ലെങ്കിൽ മില്ലിന് വീശി കഴിഞ്ഞാൽ അത് മതി, വേറെ ഒന്നും ചെയ്യാറുണ്ട്. പിന്നെ അതെങ്ങനെ ഇപ്പൊ ഇതൊക്കെ വൈൽഡാക്കി വിട്ടിരിക്കുക, കിട്ടുന്ന അത്രയും നമുക്ക് കിട്ടും. ഇത് മൃഗങ്ങൾ കൂടുതലുള്ള ഏരിയ ആണല്ലേ ഇത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പറമ്പുകൾ ടൈഗർ റിസർവിന്റെ അടിവശത്താണല്ലോ. അപ്പൊ അത് വരും, മൃഗങ്ങൾ വരണം. എന്നുവെച്ചാ അവർക്ക് ബൗണ്ടറീസ് ഇല്ല. നമ്മ അവരുടെ സ്ഥലത്താണല്ലോ, അവരുടെ ബൗണ്ടറീസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മ അവർക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യുക. അതൊരു ബാലൻസ്ഡാ, മനസ്സിലായി. അല്ലാതെ മനുഷ്യരും മൃഗം നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. അവർക്ക് അവരുടേതായ ഫ്രീഡം വേണം. അപ്പൊ അത് വന്നോട്ടെ, നമുക്കിപ്പോ എന്താ പ്രശ്നം? ഇപ്പൊ ബേർഡ്സ് തന്നെ കുറെ ബേർഡ്സ് ഇത് കഴിക്കും. ഇതൊക്കെ കണ്ടില്ലേ, ബേർഡ്സ് കൊത്തിയത് കുറെ കാണുന്ന ചെറിയ ചെറിയ കിളികള്. അപ്പൊ ആറ്റങ്ങളൊക്കെ വരുമ്പോ അതൊരു ഇതാണ്. ഇതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാലല്ല ഇത് നമുക്ക് വിത്തായിട്ട് എടുക്കാം. നല്ല
സൂപ്പർ. അടുത്ത വിത്തായിട്ട് നമുക്ക് നല്ല ബെസ്റ്റ് പോയാൽ നമുക്ക് കറി വെച്ചാലും ഒക്കെ നല്ല കണ്ട. ഇത് കാഷ്യൂന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മണ്ണൂത്തിലുള്ള കാഷ്യൂവിന്റെ രജിസ്ട്രേഷൻ എന്ന് പഠിച്ചിരിക്കുന്ന പല വെറൈറ്റീസ് കാഷ്യൂ ആണ്. ഓക്കെ. അത് വലിയ ഫ്രൂട്ട് ഉള്ളതുണ്ട്, വലിയ സീഡ് ഉള്ളതുണ്ട്, അങ്ങനെ എല്ലാം അതിനൊരു മാതൃകാത്തോട്ടം തന്നെ പറയാം. അവിടെ പോയി അവിടെ നിന്ന് പ്രൊക്യൂർ ചെയ്ത് ഇത് ഈ സ്ഥലത്തില് ഒരു തട്ടുള്ള ഒരു സ്ഥലം കിടക്കണം. ഏറ്റവും മുകളിലത്തെ തട്ടില് നമ്മള് കാഷ്യൂ അധികം വെള്ളം വേണ്ട, മൃഗങ്ങളൊന്നും വന്ന് കടിക്കൊന്നുമില്ല. അതിന്റെ ഒരു ഗുണം അതാണ്. നല്ല ഈൽഡും ഇത്. മാത്രമല്ല നമുക്ക് ഈ ഇതിന്റെ ഇന്റർക്രോപ്പ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതും ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഹാർവസ്റ്റ് കഴിഞ്ഞ് അടുത്ത് നമ്മള് ഇപ്പൊ ഇതിനപ്പുറത്തും ചെയ്തിട്ടുണ്ട്. ഈ മില്ലറ്റിന്റെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മള് പിന്നെ മുതിര അവിടെ അത് കഴിഞ്ഞിട്ട് അടുത്ത സെയിം ചെയ്യാൻ പാടില്ല. നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഒരു പൾസസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ മില്ലറ്റ് ചെയ്യാം. പൾസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് സോയിലില് നൈട്രജൻ ഫിക്സ്. പൾസസ് കഴിഞ്ഞ് വേറൊരു കൃഷി ചെയ്യുമ്പോൾ നല്ല ഇൽഡ് കിട്ടും. അതിന് നമ്മൾ പൾസസ് ഇടയ്ക്ക് ചെയ്യണം, മാറ്റി പൾസസ് ചെയ്യണത് ഏറ്റവും ബെസ്റ്റ്. അതിന്റെ റൂട്ട് നോട്ട്സ് എന്നുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ട് ഈ സംഭവം. കാഷ്യൂ ഉണ്ടാവണ സീസൺ ഓൾമോസ്റ്റ് മാംഗോ സീസൺ തന്നെ ഡിസംബറിൽ ഫ്ലവറിംഗ് ആവും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് കൊണ്ടുമ്പോൾ എടുക്കും. ആ മാംഗോ സീസൺ ഒപ്പം തന്നെയാണ് കാഷ്യൂം. ഇത് നമ്മളിപ്പോ ഒരു ഇതായിട്ട് ചെയ്ത എല്ലാ സംഭവം ഈ പറമ്പിൽ വേണം. ഒരു ആൾക്കാർ വന്ന് നമുക്ക് പണ്ടൊക്കെ നമ്മൾ നോസ്റ്റാൾജിയാണ് ഈ പറഞ്ഞ പോലെ കാഷ്യൂ മാങ്ങ പറിച്ച് നമ്മൾ ചുട്ട് തിന്നാണ് ആ ഒരു കോൺസെപ്റ്റ്. ഇവിടെ ഒന്ന് ആൾക്കാർക്ക് പറിക്കാം, ഇവിടെ തന്നെ തീ കൂട്ടി ചുട്ടാം, കൈ തട്ടി എടുത്ത് കഴിക്കാം. പിന്നെ പണിക്കാരത്ത് പറഞ്ഞാൽ അവർ വേണം തട്ടി തരും. അപ്പൊ ഒരു കാശിന്റെ ചുട്ട് കഴിക്കാന്നുള്ള ഭയങ്കര ഇതാ. കശുമാങ്ങ നമ്മ കഴിക്കാറില്ല, ഫ്രൂട്ട്സ് കടയിലൊന്നും കിട്ടൂല. കശുമാവ് നല്ല സാധനമല്ല. അപ്പൊ അതിനെ കശുമാവ് അപ്പൊ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അതും വെച്ച്. പിന്നെ ഇത് അത് നെല്ലിമരം ഉണ്ട്, അവിടെയൊക്കെ നെല്ലിക്ക എടുക്കാം. രാവിലെ ഇവിടെ നടക്കുക, സൂര്യോദയം വരുമ്പോ തന്നെ പറമ്പിൽ മുഴുവൻ ഇറങ്ങി നടക്കുക. ഇവിടുത്തെ ഓരോ കരുവകൾ ചെടികളുടെ ചെല്ലുക, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കുക. അപ്പൊ നടക്കുക. ഡെയിലി റുട്ടീനാണല്ലേ? ഡെയിലി രാവിലെ എഴുതിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കും മുമ്പ് തന്നെ ഉദിച്ചു വരുമ്പോ നമ്മൾ പറമ്പിലുണ്ടാവും. അപ്പൊ ഐഡിയ ആലോചിക്കും എന്തൊക്കെ ചെയ്യണം, അടുത്ത പരിപാടി എന്തൊക്കെ. ഇവിടെ ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെയല്ലേ? കംപ്ലീറ്റ് ഈ ഫീൽഡ് മുഴുവനും ഡ്രിപ്പ് ചെയ്തേക്കണം. അത് വലിയൊരു കിണറുണ്ട്, മോറിന് വെള്ളം വന്ന് ആ കിണറ് സ്റ്റോർ ആവും. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഫുൾ ഫീൽഡ് ഡ്രിപ്പാ. ഓരോ ഗേറ്റ് വാലും ഓരോ സെക്ഷനും തിരിച്ചു കൊടുക്കാം. ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ കൃഷി ചെയ്യുന്നത് വേറിട്ട രീതിയിലാണ് ചെയ്യുന്നത്. ഇതൊന്നും നോക്കിയിട്ടല്ല, നമ്മളേതായ ഒരു മെത്തേഡ്. ഇതൊരു പരീക്ഷണാടിസ്ഥാനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓരോന്നോടും ചെയ്ത് നോക്കുക. ചിലത് സക്സസ് ആവും, ചിലത് കാശ് പോവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കുറെ ഇത് ഇസ്രയേലി ഫിഗ് വെച്ചതാ. പക്ഷെ അത് ഈ സത്യം പറഞ്ഞാൽ ഒരു ഫിഗ് പോലും നമ്മളെ കയ്യിൽ വന്നില്ല. കംപ്ലീറ്റ് കിളികളെ കൊണ്ടുപോയത്. ഇത് അത്തി, ഇത് ഇസ്രയേലത്തി എന്ന് പറയും. ഇത് നല്ല അത്തി മൊത്തം ഇതിനകത്ത് വെച്ചിരുന്നാണ്. അത് ഈ പറഞ്ഞ പോലെ പക്ഷികൾക്ക് ഭയങ്കര ഫേവറേറ്റാ. അവനൊന്ന് ചെസ്റ്റ് അല്ലെങ്കിൽ കവർ ചെയ്തിടണം. ജസ്റ്റ് ഒരു കളർ വന്നാ അവനപ്പം തന്നെ കൊത്തിയെടുത്തോളൂ. ഇതൊക്കെ ഫുള്ളുണ്ടായിരുന്നു ഇവിടെ അത്തി. എവിടെ കാണാൻ പറ്റും, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോഴും അത് പോയിട്ടില്ല. അപ്പൊ അത് അതേപോലെ തന്നെ ലെമൺ, ഇതൊരു സിട്രോൺ വെറൈറ്റി ലെമണാ, വലിയ ലെമൺ. അത് ഭയങ്കര ഈ പറഞ്ഞ പോലെ നമ്മളെ ആയുർവേദത്തില് നമ്മുടെ ലെമൺ ഭയങ്കര ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടുള്ള ബെസ്റ്റ് സംഭവം. ഈ ബൗണ്ടറീസിലെല്ലാം വെച്ച് പല ടൈപ്പ് ലെമൺസ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് വേറെ വെറൈറ്റിയാ, അത് വേറെ ഒന്ന് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ചുറ്റും മലകളാണല്ലോ നമുക്ക്. അപ്പൊ ഈ ഓപ്പൺ സ്പേസ് കൊടുക്കുമ്പോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് തെങ്ങ് വെക്കാം. അപ്പൊ അതിന്റെ ഇത് പോയി. അപ്പൊ ഈ മൊത്തം 4 ഏക്കർ നടുക്ക് ഒരു ഓപ്പൺ സ്പേസ് വേണം. അപ്പൊ ആ ഓപ്പൺ സ്പേസിൽ നമുക്ക് കൃഷിയും ചെയ്യാം, മാത്രമല്ല കാറ്റ് കയറി പോകുന്നതിനും എല്ലാം നല്ലതാണ്. പിന്നെ ഒരാൾക്ക് എന്റെ ഇവിടുത്തെ കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സിറ്റിയിലൊക്കെ ഭയങ്കര
ടെൻസ്ഡ് ആയിട്ടും സ്ട്രെസ് ഫ്രീ ആക്കുക എന്നുള്ളത്. സ്ട്രെസ് ഫ്രീ ആക്കുക എന്നുള്ളത്. സ്ട്രെസ് ഫ്രീ ആക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ ബേർഡ്സിന്റെ സൗണ്ടും കുറെ മയിലുകളും എല്ലാം. പിന്നെ ഇവിടെ തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നാച്ചുറൽ ഫുഡ് കഴിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരാൾ വന്ന് താമസിക്കണം. ഈ ഓരോ മരത്തിനകത്തും ഓരോ ചെറിയ കോട്ടേജസ്, ഒരു വീട് പോലെ. അവർക്ക് അവിടെ കുക്ക് ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ പ്രൊഡ്യൂസ് അവർക്ക് കിട്ടും. ഇപ്പൊ കോഴിയാണെങ്കിലും നമ്മുടെ പുതിയ കൺസെപ്റ്റ് അതാണല്ലേ. കോഴിയാണെങ്കിലും ആടാണെങ്കിലും എല്ലാം നമ്മുടെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് വരികയാണ്. അതിനു വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള പരിപാടി ആദ്യം ചെയ്തേക്കുന്നത്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ആദ്യം അതെല്ലാം സെറ്റായി. ഓക്കെ ബൈ.